പാസ്റ്റേഴ്സിനെ പറ്റിയുള്ള എനിക്കൊരു പരാതി പറയാനുള്ളത്. ഞാൻ പല പാസ്റ്റേഴ്സിനോട് സംസാരിച്ചു. പല പാസ്റ്റേഴ്സിനെ പറ്റി മറ്റ് പല വിശ്വാസികളും പറഞ്ഞ് ഞാൻ കേട്ടു. എന്താ പറഞ്ഞതെന്നറിയാമോ? സഭയിലുള്ള നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പാസ്റ്റേഴ്സും ഇടപെടാറില്ല. അവർ രാവിലെ വരുന്നു, അവർ പാട്ട് പാടുവാൻ ലീഡ് ചെയ്യുന്നു, അവർ കൈയടിക്കുവാൻ ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നു, അന്യഭാഷ പറയാൻ ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നു. അന്യഭാഷയാണോ എല്ലാവരും പറയുന്നത് ആർക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട, ഇങ്ങനെയാണോ സഭായോഗങ്ങൾ പോകുന്നത്? എന്ന് മാത്രമല്ല, ഒരു പ്രശ്നത്തിലും അനേക പാസ്റ്റർമാരെ പറ്റി ഞാൻ കേട്ടു. ഞാൻ നേരിട്ട് ചില പാസ്റ്റർമാരെ അറിഞ്ഞു. എന്താണ് ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടത്തില്ല. ചില കുടുംബ കലഹങ്ങൾ, സഭയിൽ ഒരേ മുറ്റത്ത് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ, ഒരു സഭയിൽ വരുന്ന അപ്പം നുറുക്കുന്ന അല്ലെങ്കിൽ തിരുവത്താഴം എടുക്കുന്ന ഒരു കുടുംബം വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ടും അവരെ നേരാക്കാനോ അവരോടൊരു ഉപദേശം പറഞ്ഞിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാനോ ഞാൻ പറയത്തില്ല എന്ന് പറയുന്ന പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. ഇവരുടെ എല്ലാം ഉപജീവന മാർഗം മാത്രമാണിത്. സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വേദനകൾ, ജനങ്ങളുടെ രക്ഷയെപ്പറ്റിയുള്ള ഭാരങ്ങൾ, ഇതൊന്നും അപ്പോസ്തലന്മാരുടെ അനുഭവത്തിൽ ഇവർക്കുള്ളവരായിട്ട് ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. അവരെ ആർക്കും ഇഷ്ടവുമല്ല. അപ്പോൾ നോക്ക്, പിന്നെ യഥാർത്ഥത്തിൽ സഭായോഗം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയും ആരാധന എന്നൊരു കാര്യമല്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാര് ഒരിടത്ത് പോലും ആരാധന വിഷയം നമ്മളോട് സംസാരിക്കുന്നുമില്ല. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പോഴെന്താണ് അപ്പം നുറുക്കുവാൻ അവർ കൂടി വരുമ്പോൾ എന്ന് പറയുമ്പോഴാണ് ഇന്ന് സഭകളിൽ എന്താണ് തിരുവത്താഴമില്ല. 2 മാസം കൂടുമ്പോൾ, 1 മാസം കൂടുമ്പോൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ പുതിയ നിയമസഭ കൊണ്ടുപോകേണ്ടത്? പാസ്റ്റേഴ്സിനെ പറ്റിയുള്ള എനിക്കൊരു പരാതി പറയാനുള്ളത്. ഞാൻ പല പാസ്റ്റേഴ്സിനോട് സംസാരിച്ചു. പല പാസ്റ്റേഴ്സിനെ പറ്റി മറ്റ് പല വിശ്വാസികളും പറഞ്ഞ് ഞാൻ കേട്ടു. എന്താ പറഞ്ഞതെന്നറിയാമോ? സഭയിലുള്ള നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പാസ്റ്റേഴ്സും ഇടപെടാറില്ല. അവർ രാവിലെ വരുന്നു, അവർ പാട്ട് പാടുവാൻ ലീഡ് ചെയ്യുന്നു, അവർ കൈയടിക്കുവാൻ ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നു, അന്യഭാഷ പറയാൻ ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നു. അന്യഭാഷയാണോ എല്ലാവരും പറയുന്നത് ആർക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട, ഇങ്ങനെയാണോ സഭായോഗങ്ങൾ പോകുന്നത്? എന്ന് മാത്രമല്ല, ഒരു പ്രശ്നത്തിലും അനേക പാസ്റ്റർമാരെ പറ്റി ഞാൻ കേട്ടു. ഞാൻ നേരിട്ട് ചില പാസ്റ്റർമാരെ അറിഞ്ഞു. എന്താണ് ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടത്തില്ല. ചില കുടുംബ കലഹങ്ങൾ, സഭയിൽ ഒരേ മുറ്റത്ത് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ, ഒരു സഭയിൽ വരുന്ന അപ്പം നുറുക്കുന്ന അല്ലെങ്കിൽ തിരുവത്താഴം എടുക്കുന്ന ഒരു കുടുംബം വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ടും അവരെ നേരാക്കാനോ അവരോടൊരു ഉപദേശം പറഞ്ഞിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാനോ ഞാൻ പറയത്തില്ല എന്ന് പറയുന്ന പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. ഇവരുടെ എല്ലാം ഉപജീവന മാർഗം മാത്രമാണിത്. സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വേദനകൾ, ജനങ്ങളുടെ രക്ഷയെപ്പറ്റിയുള്ള ഭാരങ്ങൾ, ഇതൊന്നും അപ്പോസ്തലന്മാരുടെ അനുഭവത്തിൽ ഇവർക്കുള്ളവരായിട്ട് ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. അവരെ ആർക്കും ഇഷ്ടവുമല്ല. അപ്പോൾ നോക്ക്, പിന്നെ യഥാർത്ഥത്തിൽ സഭായോഗം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയും ആരാധന എന്നൊരു കാര്യമല്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാര് ഒരിടത്ത് പോലും ആരാധന വിഷയം നമ്മളോട് സംസാരിക്കുന്നുമില്ല. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും